നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട 30 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2024ലെയും 2025ലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10th ലെവൽ പരീക്ഷ തൊട്ട് ഡിഗ്രി ലെവലിലുള്ള എല്ലാ പരീക്ഷകളും എഴുതുന്നവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം കൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം അല്ലെങ്കിൽ സോളാർ സിറ്റി ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഏതാണ്? ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്ന ഏതാണ്? സാഞ്ചിയാണ് കേട്ടോ. സാഞ്ചിയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമേ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ചോദിച്ചാൽ അതേതാണ്? സാഞ്ചിയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനുള്ളതാണ്? കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനുള്ളത് ആണ് എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഉത്തരം കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്ന ഏതാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. പരമ്പരാഗത കൈത്തൊഴിലാളികൾക്കാണ് അല്ലെ, അല്ലെങ്കിൽ കൈത്തൊഴിലാളികൾ അല്ലെങ്കിൽ കൈത്തൊഴിൽ എടുക്കുന്നവർക്കാണ്. ഓക്കെ, അപ്പൊ പരമ്പരാഗത കൈത്തൊഴിലാളികൾക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന PM വിശ്വകർമ്മ പദ്ധതി കൊടുത്തിട്ടുള്ളത് പരമ്പരാഗത കൈത്തൊഴിലാളികൾക്ക്. അടുത്ത ചോദ്യം, പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ ബില്ല് പ്രകാരം ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ളത്? പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ ബില്ല് പ്രകാരം ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. നമുക്കിനി വരാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്നത് 31% കേട്ടോ. 31%. അപ്പൊ പാർലമെന്റ് പാസ്സാക്കിയ നമ്മുടെ വനിതാ സംവരണ ബില്ല് പ്രകാരം ലോക്സഭയിൽ എത്ര സീറ്റുകളാണ് വനിതകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ളത്? 31% സീറ്റുകൾക്കാണ് വനിതകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഒരു രാജ്യം അതുപോലെ തന്നെ ഒറ്റ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവരാണ് ആരാണെന്നാണ് ചോദ്യമേ. വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് അല്ലെ. അപ്പൊ ഇപ്പൊ നിലവിൽ വരാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെ, ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ്. ഈ സംവിധാനത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ ആര് എന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ആരാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. രാംനാഥ് കോവിന്ദ് ആണ്. ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ്. അടുത്ത ചോദ്യം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യമാണ്. ചിഹ്നഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യം ഏതാണെന്നാണ് ചോദ്യം. എന്താണ്? ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ചുകൊണ്ട് വിജയകരമായി നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ദൗത്യത്തിന്റെ പേര് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം ഏതാണെന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കുക. അഞ്ചാമത്തെ ചോദ്യമാണേ. ഉത്തരം വരുന്ന ഏതാണ്? ഇതില് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കിടക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഒസിരിസ് ആണ്. അപ്പോ ചിഹ്നഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ചുകൊണ്ട് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഒസിരിസ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഫോഴ്സിന്റെ ബാച്ചുകൾ നിലവിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫോഴ്സിന്റെ ബാച്ചുകൾ. അപ്പൊ ഈ പറയുന്ന ഫോഴ്സിന്റെ ബാച്ചിനകത്ത് വരുന്നത് നമ്മുടെ CPO വരുന്നുണ്ട്, അതുപോലെ തന്നെ WCPO, അതുപോലെ തന്നെ എക്സൈസിന്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഫയർമാൻ. ഓക്കെ, ഫയർമാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു ബാച്ചാണ് നമ്മുടെ ഈ പറയുന്ന ഫോഴ്സ് 2025 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പൈൻഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 9961696272. ഈ നമ്പറിലേക്ക് നിങ്ങൾ ഫോഴ്സ് 2025 എന്നൊരു മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ CPO മാത്രം മതി അല്ലെങ്കിൽ പോലീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയർമാൻ അല്ലെങ്കിൽ ഫയർവുമൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇനി വരാൻ പോകുന്ന എക്സൈസിന്റെ ക്ലാസ്സുകൾ മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അല്ല നിങ്ങൾക്ക് ഇപ്പോ നമ്മുടെ ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ഡ്രൈവർ ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർമാന്റെയും ഫയർവുമന്റെയും ഒക്കെ ഡ്രൈവർ ബാച്ചുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഏത് ബാച്ചാണ് വേണ്ടത് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, നമ്മുടെ ആറാമത്തെ ചോദ്യം. ഖാലിസ്ഥാൻ നേതാവായിട്ടുള്ള ഹർദീപ് സിംഗ് നിജ്ജാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധമാണ് ഉരച്ചിലുണ്ടായത് കേട്ടോ. അപ്പൊ ഖാലിസ്ഥാൻ നേതാവാണ് ആര്? ഹർദീപ് സിംഗ് നിജ്ജാർ.
ഇയാൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് ഏതൊക്കെയോ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. നിങ്ങൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇന്ത്യ കാനഡയും തമ്മിലുള്ള ബന്ധമാണ് എന്ത് ചെയ്യുന്നത്, ചെറിയൊരു പ്രശ്നത്തിലേക്ക് എത്തിയത് അല്ലെ. അപ്പോ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ഒരു ഉലച്ചിൽ സംഭവിച്ചത്. കാരണക്കാരൻ ആരാണ്? ഖാലിസ്ഥാൻ നേതാവായിട്ടുള്ള ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ 7ാമത്തെ ചോദ്യം. ഇന്ത്യൻ വംശജനായിട്ടുള്ള തർമൻ ഷൺമുഖരത്നം ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യൻ വംശജനായിട്ടുള്ള വ്യക്തിയാണ് തർമൻ ഷൺമുഖരത്നം. ഇദ്ദേഹം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആയി എന്നാണ് ചോദ്യം കേട്ടോ. തർമൻ ഷൺമുഖരത്നം അറിയാമോ? തർമൻ ഷൺമുഖരത്നം ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സിംഗപ്പൂരാണ് കേട്ടോ. അപ്പൊ സിംഗപ്പൂരിന്റെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജനായിട്ടുള്ള ആരാണ്? തർമൻ ഷൺമുഖരത്നമാണ്. ഓക്കെ, അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുന്നേ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഇത് ഉപകാരപ്പെടുന്നുണ്ടോ, ഇനി ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ വീഡിയോസ് ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? 2020 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബ്രസീലാണ് കേട്ടോ. ബ്രസീലാണ് 2020 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ആരാണ്? ബ്രസീലാണ്. ഓക്കെ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്താണ്? ഇന്ത്യയുടെ പഴയ പാർലമെന്റിന്റെ അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അറിയാമോ? പഴയ പാർലമെന്റ്. പുതിയ പാർലമെന്റിന്റെ പേരെന്താണ്? സൻസദ് ഭവൻ എന്നാണ് കേട്ടോ. പുതിയ പാർലമെന്റിന്റെ പേര് അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം, സൻസദ് ഭവൻ എന്നാണ്. അപ്പൊ പഴയ പാർലമെന്റ് മന്ദിരത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? 9ാമത്തെ ചോദ്യം. കിട്ടിയോ? ഓപ്ഷൻ എ ആണ്, സംവിധാൻ സദൻ എന്നാണ് കേട്ടോ. സംവിധാൻ സദൻ എന്നാണ്. പുതിയ പാർലമെന്റിന്റെ പേര് സൻസദ് ഭവൻ എന്നാണ്. പുതിയ പാർലമെന്റിന്റെ എന്താണ് ഷേപ്പ് എന്ന് പറയുന്നത് ത്രികോണാകൃതിയാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തെ അറിയപ്പെടുന്ന പേര് സംവിധാൻ സദൻ എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചത് എന്നതാണ് ചോദ്യം. ചന്ദ്രയാൻ 3ന്റെ ദൗത്യം വിക്ഷേപിച്ചത് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, 3 ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 3 ഏതാണെന്ന് പറയുക. ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ്. ഈ 3 എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഉണ്ട്, നമുക്കത് വേണം. കിട്ടിയോ? ഉത്തരം ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ. നമുക്കറിയാം 2023 ജൂലൈ 14 എന്ത് ചെയ്യുന്നത്, ചന്ദ്രയാൻ ദൗത്യം വിക്ഷേപിക്കുന്നത് 2023 ജൂലൈ 14. 10 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ 10 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കൽ കൂടി പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാം. കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ സൗരനഗരം ചോദിച്ചു, നമ്മൾ പറഞ്ഞു റാഞ്ചി ആണെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ പദ്ധതി ആർക്കുള്ളതാണ്? പരമ്പരാഗത കൈത്തൊഴിലാളികൾക്കുള്ളതാണ് PM വിശ്വകർമ്മ പദ്ധതി. അതുപോലെ തന്നെ പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ ബില്ല് പ്രകാരം എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായിട്ട് റിസർവ് ചെയ്തിട്ടുള്ളത്? 31% സീറ്റുകളാണ് വനിതകൾക്കായിട്ട് റിസർവ് ചെയ്തിട്ടുള്ളത്. ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ ചോദിച്ചാൽ രാംനാഥ് കോവിന്ദ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചിഹ്നഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യമാണ് ഒസിരിസ്. ശ്രദ്ധിക്കുക. അടുത്ത ഖാലിസ്ഥാൻ നേതാവായിട്ടുള്ള ഹർദീപ് സിംഗ് നിജാർ, അദ്ദേഹത്തിന്റെ പേരുകൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. ഹർദീപ് സിംഗ് നിജാർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ പറയാൻ പറ്റണം. ഹർദീപ് സിംഗ് നിജാർ. അപ്പോൾ ഇയാളുടെ കൊലപാതകത്തിന് കാരണം നയതന്ത്ര ബന്ധത്തിന് പ്രശ്നം ഉണ്ടായത് ഇന്ത്യയുടെയും കാനഡയും തമ്മിലുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ വംശജനായിട്ടുള്ള തർമൻ, അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, തർമൻ ഷൺമുഖരത്നം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ അത് സിംഗപ്പൂരിന്റെ ആണ്. അതുപോലെ തന്നെ 8ാമത്തെ ചോദ്യം, 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ബ്രസീലാണ്. പാർലമെന്റിന്റെ പഴയ മന്ദിരത്തിന്റെ പേര് സംവിധാൻ സദൻ, പുതിയ പേര് സൻസദ് ഭവൻ. 2000 നമ്മുടെ ചന്ദ്രയാൻ ദൗത്യം അല്ലെങ്കിൽ ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 2023 ജൂലൈ 14. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഈ പറയുന്ന BVR സുബ്രഹ്മണ്യത്തെ കുറിച്ചുള്ള ശരിയായ വിവരണം എന്താണ്? BVR സുബ്രഹ്മണ്യം നമുക്കറിയാം, നമ്മളെല്ലാവരും പഠിച്ച ഒരു കാര്യം തന്നെയാണ്. BVR സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് നിലവിൽ ആരാണ്? നമ്മുടെ നിതി ആയോഗിന്റെ ആരായിട്ട് വരും? CEO അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് അല്ലെ. നിതി ആയോഗിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ആര്? ഈ പറയുന്ന BVR സുബ്രഹ്മണ്യം. ആദ്യത്തേത് ആരാണ്? സിന്ധുശ്രീ കുള്ളറാണ് അല്ലെ. സിന്ധുശ്രീ കുള്ളറാണ്. ഓക്കെ, അപ്പോ BVR സുബ്രഹ്മണ്യം ആരാണെന്ന് ചോദിച്ചാൽ അത് നിതി ആയോഗിന്റെ പുതിയ CEO ആണ്. ആദ്യത്തേതാണ് സിന്ധുശ്രീ കുള്ളർ കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ.
അപ്പൊ 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്കറിയാം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? നല്ലൊരു ചോദ്യമാണേ. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം അറിയാമോ? 12 എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പൂനെയാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് വരുന്നത് പൂനെയിലാണ്. അടുത്ത ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാവുന്ന HD 3385 ഇത് ഏതിനം വിളയാണെന്നാണ് ചോദ്യം. എന്താണ് HD 3385 ഇത് എന്തിനം വിളയാണെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഉത്തരം അറിയാമോ? 13 ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ഗോതമ്പാണേ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാവുന്ന HD 3385 എന്ന് പറയുന്നത് ഗോതമ്പിന്റെ സങ്കരയിനമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഗോതമ്പിന്റെ ബാക്കി കുറച്ച് സങ്കരയിനങ്ങളുടെ പേരറിയാമോ? ഒന്നെന്ന് പറയുന്നത് ഗിരിജ. എന്താണ് ഗിരിജ എന്ന് പറയുന്നത്? ഗിരിജ എന്നാണ്. ഗിരിജ എന്ന് പറയുന്നത് എന്താണ്? ഗോതമ്പിന്റെ ഇനമാണ് കേട്ടോ, ഗിരിജ. അതുപോലെ തന്നെ ഗിരിജ എന്നാണ്, ഇത് ഗിരിജയാണ്. അതുപോലെ തന്നെ ശേഖരൻ എന്നോ എന്നൊക്കെ പറയുക. അപ്പൊ ശേഖർ എന്ന് പറയുന്ന ഈ പറയുന്ന ഈ എന്താണ് ഗോതമ്പിന്റെ മറ്റൊരു ഇനമാണ്. അതുപോലെ തന്നെ സോന, അതുപോലെ തന്നെ എന്താണ് സോന വരുന്നുണ്ട്. അതുപോലെ തന്നെ സൊണാലിക വരുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാൺ വരുന്നുണ്ട്. പിന്നെ ഏത് വരുന്നുണ്ട്? ദേശ വരുന്നുണ്ട്. ദേശാന്നോ ദേശം എന്നൊക്കെ പറയാം, ദോശാന്ന് മാത്രം പറയരുത്. ദേശ വരുന്നുണ്ട്. അതുപോലെ തന്നെ RR21 എന്ന് പറയുന്നത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന ഗോതമ്പിന്റെ സങ്കരയിനമാണ് കേട്ടോ. അപ്പൊ ഗോതമ്പിന്റെ സയന്റിഫിക് നെയിം എന്താണെന്ന് അറിയാമോ? ഗോതമ്പിന്റെ സയന്റിഫിക് നെയിം ട്രിറ്റിക്കം എന്നാണ്. ട്രിറ്റിക്കം. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാവുന്ന HD 3385 എന്ന് പറയുന്നത് എന്തിനം വിളയാണെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്, നമുക്കറിയാം. അടുത്ത ചോദ്യം, ഭീകരാക്രമണങ്ങളിൽ ജീവൻ രക്ഷപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം അഥവാ സോളിറ്ററി ട്രീ സ്ഥാപിക്കുന്നത് എവിടെയാണ്? നല്ല ചോദ്യമാണ്. ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം അല്ലെങ്കിൽ സോളിഡാരിറ്റി ട്രീ സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? 14ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ന്യൂയോർക്കിലാണ് കേട്ടോ. നല്ലൊരു ചോദ്യമാണ്. ഐക്യദാർഢ്യ മരം അഥവാ സോളിഡാരിറ്റി ട്രീ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ന്യൂയോർക്കിലാണ് കേട്ടോ, ന്യൂയോർക്കിലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 14ാമത്തെ ചോദ്യം കഴിഞ്ഞു. 15, ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? 15ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ്, നമുക്കറിയാം. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജ്യത്തിലെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അറിയാമോ? രാജ്യത്തിലെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 16ാമത്തെ ചോദ്യം. കിട്ടിയോ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നോയിഡയാണ്. രാജ്യത്തിലെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് നോയിഡയിലാണ്. അടുത്ത ചോദ്യം, വാഗ്നർ സേന എന്നറിയപ്പെടുന്ന കൂലിപ്പട്ടാളം. ശ്രദ്ധിക്കുക, വാഗ്നർ സേന എന്ന് പറയുന്നത് എന്താണ്? കൂലിപ്പട്ടാളം. അപ്പൊ ഈ പറയുന്ന കൂലിപ്പട്ടാളം കലാപ ശ്രമം നടത്തിയത് ഏത് രാജ്യത്തിലാണെന്നാണ് ചോദ്യം. വാഗ്നർ സേന കിട്ടിയോ? വാഗ്നർ സേന കിട്ടിയല്ലോ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. റഷ്യയാണ്. നല്ലൊരു ചോദ്യമാണ്. ഈ വാഗ്നർ ആർമി എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന റഷ്യയിലെ കൂലിപ്പട്ടാളമാണ് കേട്ടോ. കൂലിപ്പട്ടാളം. ഇവര് കലാപം നടത്താൻ ശ്രമിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ റഷ്യയാണ്. നമ്മൾ ഈ എമ്പുരാൻ ലൂസിഫറിലൊക്കെ പറയുന്ന മറ്റേ ഈ ഉണ്ടല്ലോ സയ്യിദ് മസൂദിന്റെ, നമ്മുടെ പൃഥ്വിരാജ് ലീഡ് ചെയ്യുന്ന സയ്യിദ് മസൂദിന്റെ ഒരു ഹിറ്റ് ഗ്രൂപ്പ് എന്ന് പറയത്തില്ല. എന്ന് വെച്ചാൽ എന്താണ്? പൈസ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ആരെയും കൊല്ലും, അങ്ങനത്തെ ഒരു ടീം ഉണ്ടല്ലോ, കൂലിപ്പട്ടാളം എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ഗുണ്ടാഗാങ്ങാണ് സെറ്റപ്പ്. അപ്പൊ ഈ പറയുന്ന വാഗ്നർ ആർമി എന്ന് പറയുന്നത് റഷ്യയിലെ ഒരു കൂലിപ്പട്ടാളമാണ് കേട്ടോ, കൂലിപ്പട്ടാളം. അപ്പൊ ഇവര് കലാപം നടത്താൻ ശ്രമിച്ച ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണെന്ന് അറിഞ്ഞിരിക്കുക, വാഗ്നർ ആർമി. അടുത്ത ചോദ്യം, രാജ്യത്തിലെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്തേക്ക് എത്തിച്ച രാജ്യം ഏതാണ്? രാജ്യത്തിലെ ഒരു സാധാരണ പൗരനെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം. നല്ലൊരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ഏതാണ് ആ രാജ്യം എന്ന് പറഞ്ഞേ? 18ാമത്തെ ചോദ്യം. അറിയാമോ? ചൈനയാണ് കേട്ടോ, ചൈനയാണ്. രാജ്യത്തിലെ ഒരു സാധാരണ പൗരൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ പറയുന്ന ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ചൈനയാണ് കേട്ടോ, ചൈനയാണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ 18 കഴിഞ്ഞു. 19ാമത്തെ ചോദ്യമാണ്.
2021 ഗാന്ധി സമാധാന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനം ഏതാണ്? നല്ല ചോദ്യമാണ്. 2021 ഗാന്ധി സമാധാന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനം ഏതെന്നാണ് നമ്മുടെ 19ാമത്തെ ചോദ്യം. ഉത്തരം അറിയാമോ ഏതാണ് ആ സ്ഥാപനം എന്ന്? 19ാമത്തെ ചോദ്യം 21 ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരം അറിയാമോ? 19 ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഗീതാ പ്രസ് ആണ്. ഒരു പ്രസ് ആണ് കേട്ടോ, ഗീതാ പ്രസ് ആണ്. അപ്പൊ ഒരു പ്രസ്സിനൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, ഓപ്ഷൻസിൽ വേറെയും ചോദിച്ചേക്കാം. അപ്പൊ ഇതില് ഗീതാ പ്രസ് ആണ് നമുക്ക് അതിന് ഉത്തരമായിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, 2021 ഗാന്ധി സമാധാന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമാണ് ഗീതാ പ്രസ്. ഓക്കെ. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന നടത്തിയത് ആര് എന്നാണ് ചോദ്യം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേരെന്താണ്? സൻസദ് ഭവൻ എന്നാണ് അല്ലെ. ആ പാർലമെന്റ് മന്ദിരത്തിന് രൂപകൽപ്പന നടത്തിയത് ആര് എന്നാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ബിമൽ ഹസുഖ് പാട്ടേൽ ആണ്. ബിമൽ ഹസുഖ് പാട്ടേൽ ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നടത്തിയത് ബിമൽ ഹസുഖ് പാട്ടേൽ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ 11ാമത്തെ ചോദ്യം തൊട്ട് 20 വരെ ഒന്നും കൂടി റിവൈസ് ചെയ്യുന്നു. കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. BVR സുബ്രഹ്മണ്യം നിതി ആയോഗിന്റെ CEO ആണ്. വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് വരുന്നത് പൂനെയിലാണ്. HD 3385 എന്ന് പറയുന്നത് ഗോതമ്പിന്റെ എന്താണ് ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ വരെ അതിജീവിക്കാൻ സാധിക്കുന്ന വിളയാണ്. അതുപോലെ തന്നെ ഐക്യദാർഢ്യ മരം അഥവാ സോളിഡാരിറ്റി ട്രീ വരുന്നത് ന്യൂയോർക്കിലാണ്. പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്ന മുംബൈയിലാണ്. വേദിക് പാർക്ക് വരുന്നത് നോയിഡയിലാണ്. വാഗ്നർ സേന റഷ്യയുടെതാണ്. വാഗ്നർ സേന കൂലിപ്പട്ടാളം. രാജ്യത്തിലെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്തെത്തിക്കുന്ന രാജ്യമാണ് ഏത്? നമ്മുടെ ചൈന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2021 ഗാന്ധി സമാധാന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമാണ് ഗീതാ പ്രസ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് രൂപകൽപ്പന നടത്തിയത് ബിമൽ ഹസുഖ് പാട്ടേൽ ആണ്. ബിമൽ ഹസുഖ് പാട്ടേൽ ആണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ മികച്ച സ്ട്രീറ്റ് ഫുഡുകളുടെ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ മധുര പലഹാരം ഏതാണ്? ലോകത്തിലെ തന്നെ മികച്ച സ്ട്രീറ്റ് ഫുഡുകളുടെ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ മധുര പലഹാരം ഏത് എന്നാണ് 21ാമത്തെ ചോദ്യം. കിട്ടിയോ? ഏതായിരിക്കും? മൈസൂർ പാക്കാണ് അല്ലെ. മൈസൂർ പാക്കാണ്. നമ്മുടെ സ്ട്രീറ്റിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന, നമ്മുടെ ഇവിടെയൊക്കെ ഒരു ഉത്സവം വന്നാൽ തന്നെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന എന്താണ്? മൈസൂർ പാക്കാണ്. അപ്പോൾ സ്ട്രീറ്റ് ഫുഡുകളുടെ പട്ടികയിലേക്ക് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ മധുര പലഹാരമാണ് ഏത്? നമ്മുടെ മൈസൂർ പാക്ക് എന്ന് പറയുന്നത്. അടുത്ത്, വേൾഡ് സിറ്റീസ് കൾച്ചറൽ ഫോറത്തിൽ ചേർന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? നല്ല ചോദ്യമാണ്. വേൾഡ് സിറ്റീസ് കൾച്ചറൽ ഫോറത്തിൽ ചേർന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? 22ാമത്തെ ചോദ്യം. കിട്ടിയോ? 22ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയോ? കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. ബാംഗ്ലൂർ ആണ്. വേൾഡ് സിറ്റീസ് കൾച്ചറൽ ഫോറത്തിൽ ചേർന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ കേട്ടോ. ബാംഗ്ലൂർ. ഓക്കെ. അടുത്ത ചോദ്യം, മറ്റു പിന്നാക്ക വിഭാഗങ്ങളിലെ അല്ലെങ്കിൽ OBCയിലെ ഉപവിഭാഗങ്ങളെ എന്താണ് തിട്ടപ്പെടുത്തുന്നതിനായി നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? OBCയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അല്ലെ, അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന OBCയിലെ ഉപവിഭാഗങ്ങളെ തിട്ടപ്പെടുത്തുന്നതിനായി നിയോഗിച്ച കമ്മീഷൻ ഏത് എന്നാണ് നമ്മുടെ 23ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ നോക്കിയേ. കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ഏതാണ്? ജസ്റ്റിസ് രോഹിണി കമ്മീഷനാണ്. മറക്കരുത്, OBC അല്ലെ. OBC വന്ന് റീഅറേഞ്ച് ചെയ്ത് കറക്റ്റായി ഏതൊക്കെയാണ് വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്ന കമ്മീഷനാണ് ഇത്, ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ. രോഹിണി കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ സർവകലാശാല ക്യാമ്പസ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ സർവകലാശാല ക്യാമ്പസ് നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞേ, വെർട്ടിക്കൽ സർവകലാശാല ക്യാമ്പസ് കേട്ടിട്ടുണ്ടോ? 24ാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മഹാരാഷ്ട്രയാണ് കേട്ടോ. വെർട്ടിക്കൽ സർവകലാശാല ക്യാമ്പസ് വരുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്ത ചോദ്യമാണ് 25ാമത്തെ ചോദ്യം. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഹെഡറുകളിലൂടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? തല കൊണ്ടിടിച്ച് ഗോൾ പോസ്റ്റ് കയറ്റുക, അതാണ് ഹെഡർ അല്ലെ, നമുക്കറിയാം. അപ്പൊ ഹെഡറുകളിലൂടെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ റെക്കോർഡ് സ്വന്തമാക്കിയത് ആര് എന്നാണ് 25ാമത്തെ ചോദ്യം. കിട്ടിയോ? നമുക്കറിയാം, മാറിയുന്ന ഗോൾ അടിക്കുന്നു, തലയിട്ടടിച്ച് ഗോൾ പോസ്റ്റ് കയറ്റുന്നു. ആരാണ്? റൊണാൾഡോ ആണ് അല്ലെ, മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെ. അപ്പൊ ഹെഡറുകളുടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ആരെന്ന് റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. 25ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, ഡോക്ടർ BR അംബേദ്കറുടെ നാമധേയത്തിലുള്ള പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഏത് സംസ്ഥാനത്തിലാണ്? നല്ലൊരു ചോദ്യമാണ്. അംബേദ്കറുടെ പേരിലുള്ള സെക്രട്ടേറിയറ്റ് മന്ദിരം ഏത് സംസ്ഥാനത്താണ്? അറിയാമോ? കിട്ടുന്നുണ്ടോ നോക്കി. 26 ഏതാണ്? തെലങ്കാനയാണ് കേട്ടോ. തെലങ്കാനയുടെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ആരുടെ പേരിലാണ്?
നമ്മുടെ ഡോക്ടർ BR അംബേദ്കറുടെ പേരിലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ 27ാമത്തെ ചോദ്യം, 27th ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? നല്ല ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയെന്നാണ് നമ്മുടെ 27ാമത്തെ ചോദ്യം. ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കി. വ്യോമസേന പൈതൃക കേന്ദ്രം, ഇന്ത്യയിൽ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ എ എഴുതുന്നവർക്കാണ് ശരി ഉത്തരം കിട്ടുന്നത്. ചണ്ഡീഗഡിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം വരുന്നത് ചണ്ഡീഗഡിലാണ്. 28ാമത്തെ ചോദ്യം. അറബ് ലോകത്ത് നിന്ന് ആദ്യമായി ബഹിരാകാശത്തെത്തിയ വനിതയായിട്ടുള്ള റയാനത്ത് ബർണാവി ഏത് രാജ്യക്കാരിയാണെന്നാണ് ചോദ്യം. അറബ് ലോകത്ത് നിന്ന് ആദ്യമായി ബഹിരാകാശത്തേക്ക് എത്തുന്ന ആരാണ് വനിത? അതാണ് റയാനത്ത് ബർണാവി. ഏത് രാജ്യക്കാരിയാണ് റയാനത്ത് ബർണാവി? ഉത്തരം കിട്ടിയോ? 28. ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, സൗദി അറേബ്യ ആണ് കേട്ടോ. അപ്പൊ അറേബ്യൻ ലോകത്ത് നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യത്തെ വനിതയാണ് റയാനത്ത് ബർണാവി. ഏത് രാജ്യക്കാരിയാണ്? സൗദി അറേബ്യയാണ് റയാനത്ത് ബർണാവി. അടുത്ത ചോദ്യം, 29ാമത്തെ ചോദ്യം. 2023 മെയ്യില് ചുവടെ പറയുന്നവയില് ഏത് സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിച്ചത്? നല്ലൊരു ചോദ്യമാണ്. 2023 മെയ്യിലാണ് ഏതോ ഒരു സംഘടന എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് പുറത്തിറക്കുന്നു. ആ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. ചൈനയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ വരുന്നത്. ഏത് സംഘടനയാണ് ആ റിപ്പോർട്ട് പുറത്തിറക്കിയെന്നാണ് നമ്മുടെ ഈ ചോദ്യം. 29ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? അപ്പൊ ഇന്ത്യ പോപ്പുലേഷനിൽ 1ാം സ്ഥാനത്ത് എത്തിയത് ഈ പറയുന്ന ഏതോ ഒരു സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ഉത്തരം കിട്ടിയല്ലോ. ഓപ്ഷൻ ഡി എഴുതുന്നവർക്ക് ശരി ഉത്തരം ഏതാണ്? UNFPA ആണ് കേട്ടോ. UNFPA ആണ്. ശ്രദ്ധിക്കുക, UNFPA ആണ്. UNFPA. ഓക്കെ, അപ്പൊ ഈ പറയുന്ന UNFPAയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായിട്ട് ഇന്ത്യയെ പ്രഖ്യാപിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. നമ്മൾ ബാക്കി ഏതെങ്കിലും ഒക്കെ എഴുതാൻ ചാൻസ് ഉണ്ട്, പക്ഷെ UNFPA ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 30ാമത്തെ ചോദ്യം ഇതാണ്. ജലത്തിനടിയിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ജലത്തിനടിയിലൂടെയുള്ള ലോകത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നതാണ്? ജലത്തിനടിയിലൂടെയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ജലത്തിനടിയിലൂടെയുള്ള മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്ത ഹൗറയാണ്. തെറ്റിക്കരുത്, കൊൽക്കത്ത ഹൗറ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒരു റിവിഷൻ കൂടിയുണ്ട്. നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ 10 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 21 തൊട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ത്യയിൽ മികച്ച സ്ട്രീറ്റ് ഫുഡുകളുടെ ഒരു പട്ടിക എടുത്താൽ അതിൽ വരുന്ന ഏതാണ്? നമ്മുടെ മൈസൂർ പാക്കാണ് അല്ലെ. ലോകത്തിലെ മികച്ച സ്ട്രീറ്റ് ഫുഡുകളിൽ വരുന്നത് മൈസൂർ പാക്കാണ്. വേൾഡ് സിറ്റീസ് കൾച്ചറൽ ഫോറത്തിൽ ചേർന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂര്. ഉപവിഭാഗങ്ങളെ അല്ലെങ്കിൽ OBCയുടെ തിട്ടപ്പെടുത്തുന്നതിനായിട്ട് ജസ്റ്റിസ് രോഹിണി കമ്മീഷനാണ്. വെർട്ടിക്കൽ സർവകലാശാല ക്യാമ്പസ് വരുന്ന മഹാരാഷ്ട്രയിലാണ്. ഹെഡറുകളിലൂടെ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡ് നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. നമ്മുടെ ഡോക്ടർ BR അംബേദ്കറുടെ നാമധേയത്തിലുള്ള പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം എവിടെയാണ്? തെലങ്കാനയിലാണ്. വ്യോമസേന പൈതൃക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ്. അതുപോലെ തന്നെ അറബ് ലോകത്ത് നിന്നുള്ള ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ വനിതയാണ് ആര്? റയാനത്ത് ബർവി അല്ലെ. റയാനത്ത് ബർണാവിയാണ്, സൗദി അറേബ്യയിൽ നിന്നാണ്. അതുപോലെ തന്നെ 2023 മെയ്യില് നമ്മുടെ ഏതോ ഒരു സംഘടനയുടെ റിപ്പോർട്ട് അല്ലെ, ഏതാണ്? UNFPAയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ ട്രെയിൻ വരുന്നത് എവിടെയൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ്? കൊൽക്കത്തയും ഹൗറയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചെടുക്കാനായിട്ട് മറക്കരുത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള പ്രതീക്ഷയിൽ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.